പേരൂർക്കടയിലെ ബിന്ദുവിനെ അകാരണമായി വീട്ടിൽ നിന്നും പിന്നെ തന്റെ ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ വിഷയം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ചർച്ചകൾക്കിടയായതാണ്. ആ സ്ത്രീ ജോലി ചെയ്ത് തന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള പണം കണ്ടെത്തിയ അഭിമാനബോധമുള്ള ഒരു സ്ത്രീയുടെ അന്തസ്സിനെ അഭിമാനത്തിനെയാണ് അവിടെ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവര് പറഞ്ഞു, അവരവരുടെ സത്യാവസ്ഥ മുഴുവൻ പറഞ്ഞിട്ട് ഒരു രാത്രി മുഴുവൻ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും നഗ്നയാക്കി അവരുടെ ദേഹപരിശോധന നടത്തുകയും ചെയ്തു. പിന്നീട് ഈ ആഭരണം ഈ പരാതിക്കാരുടെ വീട്ടിൽ നിന്ന് കണ്ടു കിട്ടിയിട്ട് പോലും പോലീസ് അത് പുറത്തെ ചതുപ്പ് നിലത്ത് നിന്നാണ് കിട്ടുന്നുള്ള വ്യാഖ്യാനം നൽകുകയും ഇവരെ പറഞ്ഞയക്കുകയും ചെയ്തു. അതിലും ഹീനമായ രീതിയിലുള്ള പോലീസിന്റെ നടപടി അതൊന്നുമല്ല, അതിലപ്പുറമാണ്. കാരണം ആ പ്രദേശത്ത് ഇനി ജീവിക്കാൻ പാടില്ല, നിങ്ങൾ നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അയാളെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥനും അവരെ അന്വേഷണാത്മകമായിട്ട് സസ്പെൻഡ് ചെയ്തു. പക്ഷേ സസ്പെൻഷനിൽ മാത്രമേ ഇത് ഒതുങ്ങരുത്. ഇപ്പൊ ക്രൈംബ്രാഞ്ച് അതൊരു കള്ളക്കഥയാണെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവരുടെ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടണം, അവരെ ശിക്ഷിക്കണം. ഈ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നോക്കൂ, ജോലി ചെയ്ത് ജീവിക്കുന്ന, അധ്വാനം ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അന്തസ്സിനെ, അവരുടെ അഭിമാനത്തെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്ത ഒരു പോലീസിന്റെ ഉദ്യോഗസ്ഥനെ ഒരിക്കലും ഈ പദവിയിലെടുത്താനായിട്ട് യോഗ്യരില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആ ഉദ്യോഗസ്ഥരെ, ആ രണ്ടുപേരെയും പിന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട ചരിത്രമുള്ള ഒരു സർക്കാരാണ് ഇപ്പൊ കേരളത്തിൽ ഭരിക്കുന്നത്. ഏതാണ്ട് 108ഓളം ഉദ്യോഗസ്ഥരെ പിന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇവരും ആ ലിസ്റ്റിൽ വരുമെന്നാണ് ഞാൻ 100% പ്രതീക്ഷിക്കുന്നത്. ഇല്ല എങ്കിൽ ഒരിക്കലും അഭിമാനബോധത്തോടുകൂടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടൊരു പാവം സ്ത്രീ ഏതാണ്ട് മണിക്കൂറോളം മാധ്യമങ്ങളിലൂടെയും നാടിനും മുഴുവനും അവരെ ഒരു കള്ളിയായി ചിത്രീകരിച്ചത് ആ ഉദ്യോഗസ്ഥർക്ക് ഇനി ഒരു നിമിഷം പോലും സർവീസിലിരിക്കാൻ യോഗ്യതയിലും തന്നെയല്ല, അവരെ കസ്റ്റഡിയിലെടുക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം, അതുകൂടാണ്ട് തന്നെ അവരെ പിരിച്ചുവിടണം, അവരെ ജയിലിലടക്കണം. ഈ കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കേരളത്തിന്റെ അന്തസ്സിനെ, മലയാളികളുടെ അന്തസ്സിനെ, അഭിമാനത്തെയാണ് ആ പോലീസ് അതിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നു? ഇതിലിപ്പോൾ ഈ മാതൃകാപരമായ ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇതിപ്പോൾ ഈ ഒരു കേസിന്റെ മാത്രമല്ല, ഇതിനു മുൻപ് നമ്മൾ കണ്ട ആ കേസുകൾ പോലും ഇനിയെങ്കിലും ഒരു കുറവ് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. തീർച്ചയായും സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്ര ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടത്. ഇപ്പൊ ഇതുപോലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ അത് കേരളത്തിലെ പിന്നെ പോലീസിന്, ഇന്ത്യക്ക് തന്നെ മാതൃകയായ കേരള പോലീസിനാണ് അപമാനം. അതിൽ നിന്നും തീർച്ചയായിട്ടും നടപടി സർക്കാർ ഉചിതമായിട്ട് എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ചരിത്രമുള്ള കേരള പോലീസിന്റെ ഹിസ്റ്ററിയിൽ ഇതൊരു മോശമായ ചരിത്രം ചേർക്കാതിരിക്കാനായിട്ട് നിശ്ചയമായിട്ട് സർക്കാർ അതിനെതിരെ നടപടി സ്വീകരിക്കും. അത് യാതൊരു തർക്കമില്ല. ഇതുപോലത്തെ കുറെ ക്രിമിനലുകൾ നമ്മുടെ പോലീസിലുണ്ട്. ഇപ്പൊ 100 നല്ല ഉദ്യോഗസ്ഥന്മാരുള്ളതിൽ ഒരു ഉദ്യോഗസ്ഥൻ മോശമായാൽ പോലും സമൂഹത്തിനെ അത് ബാധിക്കും. സമൂഹത്തിൽ ഈ സേനയെ ബാധിക്കും. ഈ സേന അന്തസ്സുള്ള സേനയാണ്. അതിന്റെ അഭിമാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഇവർക്കെതിരെ നടപടി അനിവാര്യമാണ്. അതെടുക്കുമെന്നാണ് ഞാൻ 100% പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.